നിങ്ങൾ ചിരിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ചിരിക്കുന്നു. കരയുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് മാത്രമായിരിക്കും. നിങ്ങൾക്കൊരു നല്ല മനസ്സുണ്ടെങ്കിൽ ശത്രുവിൻ്റെ ശാപം പോലും ഒരു അനുഗ്രഹമായി മാറുന്നു. മനസ്സിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചതിനു ശേഷം പിന്നെ എന്തെല്ലാം സ്നേഹപ്രകടനം നടത്തിയാലും അതൊരിക്കലും ആ മുറിവ് ഉണക്കുന്നതിനുള്ള മരുന്നാകില്ല. നമ്മളെ മാറ്റി നിർത്തുന്നവർക്കാണ് ഒരുപാട് കാരണങ്ങൾ വേണ്ടത്. നമുക്ക് മാറി നിൽക്കാൻ ഒരൊറ്റ കാരണം മാത്രം മതി. അവർക്ക് നമ്മളെ വേണ്ട എന്ന ഒരൊറ്റ കാരണം. നിങ്ങൾ എത്ര നല്ലവരാണെങ്കിലും എന്തൊക്കെ നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളിൽ നിന്നും ഒന്നും കിട്ടാതെ വരുമ്പോൾ നിങ്ങളുടെ സ്ഥാനം എപ്പോഴും കറിയിലിട്ട കറിവേപ്പില പോലെ ആയിരിക്കും. എത്ര കലങ്ങിയ വെള്ളവും അല്പസമയം കാത്തിരുന്നാൽ തെളിയും. മനസ്സും ഇതുപോലെയാണ്. എത്ര കലുഷിതമായ മനസ്സാണെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ ശാന്തമാകും. ക്ഷമ കൊണ്ട് പലതും നേടാൻ കഴിയും. നിങ്ങൾക്ക് കൊടുങ്കാറ്റിനെ ശമിപ്പിക്കാൻ കഴിയില്ല. അതിനുള്ള ശ്രമം നിർത്തുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് സ്വയം ശാന്തമായിരിക്കുക എന്നതാണ്. കൊടുങ്കാറ്റ് അതിൻ്റെ സമയമാകുമ്പോൾ കടന്നുപോകും. ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് അറിവില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ ആളുകൾ കൂടുന്തോറും സ്വയം നേരിടാനുള്ള നമ്മുടെ കരുത്ത് ക്ഷയിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് നമ്മളെക്കൊണ്ടുള്ള ആവശ്യം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയാൽ ഒഴിഞ്ഞു പോകണം. ഇല്ലെങ്കിൽ ചില മനസ്സുകളിലെങ്കിലും നമ്മളൊരു പാഴ്വസ്തുവായി മാറും. എതിരാളിയെ വില കുറച്ചു കാണുന്നതിനേക്കാൾ വലിയ അപകടമൊന്നുമില്ല. ഭയം നിങ്ങളെ തളർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. പൂക്കളുടെ സുഗന്ധം കാറ്റിൻ്റെ ദിശയിൽ മാത്രം പടരുന്നു. എന്നാൽ ഒരു വ്യക്തിയുടെ നന്മ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചിരുന്നാലും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടത് എന്ന് എല്ലാവരും മറന്നു പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ഒരു കാരണം ഉണ്ടാകും. അതിനെ ചോദ്യം ചെയ്യരുത്, വിശ്വസിക്കുക. സ്നേഹത്തിൻ്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ഊഹങ്ങൾ തെറ്റിയേക്കാം, പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല. കാരണം ഊഹം നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പവും അനുഭവം ജീവിത പാഠവുമാണ്. നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ്. എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടേയിരിക്കും. എല്ലാ തിരക്കും കഴിഞ്ഞ ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത്. തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് നമ്മൾ പരിഗണനയും ഇഷ്ടവും നൽകണം.